ആ ജോയി മരിച്ചത് വൈറൽ പനി പിടിച്ചല്ല മന്ത്രി സാറേ, അഴുക്കിലൊന്ന് തലപൊക്കി നീന്താൻ പറ്റാതെ ശ്വാസം പിടഞ്ഞ് അഴുക്ക് വെള്ളം കുടിച്ച് മരിച്ചതാണ്. അങ്ങനെ കിടത്തിക്കളയുന്ന ഡെങ്കിപ്പനി, എലിപ്പനി, മസ്തിഷ്ക ജ്വരം, മഞ്ഞപ്പനി, മലമ്പനി, കരിമ്പനി, കാട്ടുതീ പോലെയാണ് മഹാവ്യാധി പടർച്ചകളിൽ മാലിന്യ കൂമ്പാരങ്ങളിൽ നാട് മുടിയുമ്പോൾ ആ സഭയിൽ കേട്ട ഇടതുവിരുദ്ധ പ്രകീർത്തനം പോലെ ആടിയുലയുന്ന ഈ കപ്പലിനൊരു കപ്പിത്താനുമില്ല സാർ. അരാജകത്വമാണ് സാർ. നമസ്കാരം. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിലെ കൂളിയിട്ടിറങ്ങി മരണത്തിലേക്ക് നടന്നുപോയ ജോയി എന്ന മനുഷ്യന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഓരോ മലയാളിയുടെയും ഇടനെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി പറയുന്നുണ്ട്, നിങ്ങൾ കൊന്നതാണ് അയാളെയെന്ന്. തിന്നു തീർന്ന മിഠായിയുടെ വർണ്ണക്കടലാസ് മുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരെ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഓരോ മനുഷ്യനും ജോയിയുടെ കൊലപാതകികൾ തന്നെയാണ്. എങ്കിലും ആ മാലിന്യ കൂമ്പാരം നഗരത്തെ തന്നെ കാർന്നു തിന്നും വരെ കയ്യും കെട്ടി നോക്കി നിന്ന മേയർ ഉൾപ്പെടുന്ന ഭരണവർഗത്തിന്റെ അനാസ്ഥയെ ചെറുതായി കാണാനും കഴിയില്ല. നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇല്ലാത്ത മാലിന്യം വൃത്തിയാക്കിയെന്ന പേരിൽ ലക്ഷങ്ങൾ അടിച്ചുമാറ്റിയ മേയർ അമ്മയ്ക്ക് സ്വന്തം നഗരസഭയ്ക്കുള്ളിൽ മാലിന്യം നിറഞ്ഞൊഴുകിയിട്ടും ഒന്നും ചെയ്യാനായില്ല എന്ന് പറയുമ്പോൾ സംശയമില്ലാതെ തന്നെ പറയേണ്ടി വരും, കൊന്നതാണ് നിങ്ങൾ ജോയിയെ എന്ന്. അതെ, കൊന്നത് തന്നെയാണ് ആ മനുഷ്യനെ. 1500 രൂപ എന്ന സംഖ്യ മാത്രമേ ഒരു മനുഷ്യജീവന്റെ വിലയായി ഉള്ളൂ എന്ന കൈപ്പേറിയ സത്യം നാവിനെ മഥിക്കുമ്പോൾ പറയാതെ വയ്യ ഭരണകൂടമേ, പുച്ഛം തോന്നുന്നു നിങ്ങളോടെന്ന്. പറയുമ്പോൾ വെറും ഒരു പറച്ചിലാകരുത്, അത് കൊള്ളേണ്ടവന്റെ ഇടനെഞ്ച് കുത്തിപ്പറിക്കുക തന്നെ വേണം. അങ്ങനെയെങ്കിൽ പറയുന്നവന്റെ പേര് ഹാഷ്മി എന്നതാവണം. ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന മാധ്യമസിംഹം. അവന്റെ നാവിൻ തുമ്പിലുണ്ട് അധികാരവർഗത്തിന്റെ ഗർവിനെ കടന്നാക്രമിക്കാനുള്ള പടവാൾ. ആമയിഴഞ്ചാനിൽ മരണം പുതച്ച ജോയിയുടെ ഓർമ്മകളിൽ മേയർക്കും അധികാരത്തിന്റെ സുഖശീതളമയിലിരുന്ന് ന്യായീകരിച്ചു മെഴുകുന്ന തമ്പ്രാക്കന്മാർക്കുമെതിരെ ഹാഷ്മി നടത്തിയ ആ ചാട്ടുളി വാക്കുകൾ കേൾക്കേണ്ടത് തന്നെയാണ്. ഞങ്ങളിവിടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു. മനുഷ്യവിസർജമടക്കം നുരക്കുന്ന ആ കറുത്ത തോട്ടിലേക്ക് ഒരു തോട്ടിപ്പണി കണക്കെ ഒരു സുരക്ഷയുമില്ലാതെ കഴിവുകെട്ട സിസ്റ്റം അഴുക്കിലേക്ക് ഇറക്കിവിട്ട് മൂന്നാം പക്കം അഴുക്കിൽ തന്നെ ചീർത്തു മലച്ചു കിടന്ന ഒരു ഗതികെട്ട മനുഷ്യന്റെ ആ കാഴ്ചയുണ്ടല്ലോ, അത് മനുഷ്യരായി പിറന്നവർക്ക് എക്കാലത്തേക്കും നീറ്റലാണ്, മറക്കാവതല്ല. അത് മറക്കാതെ പറയണം, ഭരണകൂടമേ, നിങ്ങളാണ്, നിങ്ങൾ കൊന്നതാണ്. ആ വേദനകളില്ലാത്ത അഴുക്കില്ലാത്ത ഒരു ലോകത്തേക്ക് വെള്ളത്തുണിയിൽ പുതച്ച് മാരായമുട്ടത്തേക്ക് അവസാന യാത്ര തുടങ്ങിയപ്പോൾ തന്നെ കനപ്പെടുന്നുണ്ട്. ആ കൊലക്കുത്തരവാദിത്തം ഞങ്ങളല്ല എന്ന് സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങളുടെ നാണം കെട്ട വ്യഗ്രത. തുരങ്കത്തിൽ പ്രാണന്റെ തുള്ളിയുണ്ടോ എന്ന് ആദ്യപ്പെട്ട മണിക്കൂറിൽ വണ്ടിയിൽ വന്നിറങ്ങിയ നഗരാധിപതിയുടെ ആദ്യ പ്രതികരണം രക്ഷാപ്രവർത്തനം സജ്ജമാണെന്നല്ല, അവസരം മുതലെടുത്ത് അധികാര സ്വരൂപത്തെ പഴിക്കേണ്ടെന്ന മാധ്യമ ക്ലാസ്സാണ്. മേയർ സാറേ, ഔചിത്യമെന്നൊരു വാക്കുണ്ടത് കേട്ടതാണോ? ആ ജീവൻ നഷ്ടമായ ഉത്തരവാദികൾ നിങ്ങളാണ്, സിസ്റ്റമാണ്. ഇനി മന്ത്രിയും മേയറും പറയും മട്ടിൽ കുറ്റമത്രയും റെയിൽവേക്കാണെങ്കിൽ ആ 200 മീറ്ററിനപ്പുറം ഇപ്പുറം എന്താ അഴുക്കെന്ന് കേൾക്കാത്ത ശുദ്ധജല പ്രവാഹമാണോ? മണ്ണാങ്കട്ടയാണ്. വാർത്തകൾ പരമ്പര വന്നിട്ട് മൂടിവെച്ച സ്ലാബുകൾക്കടിയിൽ ഒരു വിളപ്പിൽശാല കാണാതെ പോയെങ്കിൽ റെയിൽവേ അല്ല, നഗരസഭയാണ്, സർക്കാരാണ്. ആ കരാറും കൊടുത്തൊരു പാമ്പിടിച്ചവന് ഒരു സുരക്ഷാ മാസ്ക് പോലും കൊടുക്കാതെ ഇറക്കി വിട്ടതിന്റെ ശേഷവും അങ്ങേയറ്റം റെസ്പോൺസിബിൾ പ്രതികരണങ്ങൾ നടത്തിയ റെയിൽവേ പാതകം ചെയ്തു, തർക്കമില്ല. പക്ഷേ 200 മീറ്ററിന്റെ പേരിൽ 12 കിലോമീറ്റർ നഗരമധ്യത്തിലൂടെ മലമൂത്രങ്ങളുമായി അഴുകിപ്പുഴുത്ത് വർഷങ്ങളായുള്ള ഒഴുക്കിന്റെ സർക്കാർ സംവിധാനം കഴിവുകെട്ടതിന്റെ പാപഭാരം റെയിൽവേയുടെ തലയ്ക്ക് വെക്കല്ലേ രാജേഷേ? ഇന്ന് കോടതി ചോദിക്കലാണ്, ഈ നഗരത്തിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സർക്കാരെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോക്ക്? ആകാശത്തേക്ക് നോക്കി ശേഖരണ കോൺട്രാക്ടർമാരുടെ തലക്കങ്ങ് വെച്ച് സർക്കാർ കോടതിയിൽ ബബ്ബബ്ബ. അനന്തകാലത്തേക്ക് ആ മുടിഞ്ഞ പ്രശ്നത്തിന് പരിഹാരമായ ഒരു ഓപ്പറേഷൻ അനന്തയ്ക്ക് അള്ളുവെച്ചത് റെയിൽവേ ആക്ട് എന്നാണ് അടുത്ത പഴി. പച്ചക്കള്ളമാണ്. സാധുക്കളെയൊക്കെ ഒഴിപ്പിച്ച ഒഴിപ്പിക്കലിന്റെ ബുൾഡോസർ പ്രമാണിത്തമ്പ്രാക്കളുടെ വീട്ടുപടിക്കൽ മുട്ടിയപ്പോൾ അട്ടിമറിക്കപ്പെട്ടതാണ്. 6 മാസങ്ങൾ പലതു കേട്ടതാണെങ്കിലും ആ പ്രഖ്യാപനത്തിന്റെ വില ഒരു മനുഷ്യന്റെ ജീവനാണ്. ആ ജോയി മരിച്ചത് വൈറൽ പനി പിടിച്ചല്ല മന്ത്രി സാറേ, അഴുക്കിലൊന്ന് തലപൊക്കി നീന്താൻ പറ്റാതെ ശ്വാസം പിടഞ്ഞ് അഴുക്ക് വെള്ളം കുടിച്ച് മരിച്ചതാണ്. അങ്ങനെ കിടത്തിക്കളയുന്ന ഡെങ്കിപ്പനി, എലിപ്പനി, മസ്തിഷ്ക ജ്വരം, മഞ്ഞപ്പനി, മലമ്പനി, കരിമ്പനി, കാട്ടുതീ പോലെയാണ് മഹാവ്യാധി പടർച്ചകളിൽ മാലിന്യ കൂമ്പാരങ്ങളിൽ നാട് മുടിയുമ്പോൾ ആ സഭയിൽ കേട്ട ഇടതുവിരുദ്ധ പ്രകീർത്തനം പോലെ ആടിയുലയുന്ന ഈ കപ്പലിനൊരു കപ്പിത്താനുമില്ല സാർ. അരാജകത്വമാണ് സാർ. ഒരു വിലപ്പെട്ട പ്രാണനെ തിരഞ്ഞ് മണിക്കൂറത്രയും മുങ്ങിക്കിടക്കുന്ന അഗ്നിരക്ഷാ സേനാംഗങ്ങളെ നിങ്ങൾക്ക് മാത്രമാണ് ആദരവ്. കെട്ടിപ്പിടി ചുമ്മകൾ, സ്നേഹാഭിവാദ്യങ്ങൾ.